അമൽ കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മേജർ മൈനർ കോഴ്സുകളെക്കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ ആദ്യമായി മേജർ കോഴ്സുകളെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. മുൻകാലത്ത് കോർ കോഴ്സുകളുടെ അതേ സ്ഥാനത്താണ് ഇപ്പോൾ മേജർ കോഴ്സുകൾ വന്നിട്ടുള്ളത്. നിലവിലെ 4 ഇയർ ഡിഗ്രി കോഴ്സിന് വിഷയാധിഷ്ഠ കോഴ്സുകൾക്ക് പറയുന്ന പേരാണ് മേജർ കോഴ്സ്. BSc കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി 3 വർഷത്തിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മെയിൻ കോഴ്സുകൾ പഠിക്കുന്നുണ്ടാകുമല്ലോ. അത്തരം കോഴ്സുകളെ നമ്മൾ മേജർ കോഴ്സുകൾ എന്നാണ് പറയുന്നത്. ഈ 3 വർഷം കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് മൊത്തം 133 ക്രെഡിറ്റ് ആണ് ലഭിക്കേണ്ടത്. ഇതിൽ 50% ക്രെഡിറ്റ് ഏത് മേജറിലാണോ വിദ്യാർത്ഥി നേടുന്നത് അതായിരിക്കും വിദ്യാർത്ഥിയുടെ മേജർ ഡിഗ്രി. ഒരു മേജർ കോഴ്സിന് 4 ക്രെഡിറ്റുകളാണ് ലഭിക്കുക. ഇനി നമുക്ക് മൈനർ കോഴ്സുകൾ എന്താണെന്ന് ഒന്ന് പരിചയപ്പെടാം. ഈ നിലവിലെ 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിലെ കോംപ്ലിമെൻ്ററി കോഴ്സുകളുടെ അതേ സ്ഥാനത്ത് 4 വർഷ ഡിഗ്രി പ്രോഗ്രാം നൽകുന്ന കോഴ്സുകളാണ് ഈ മൈനർ കോഴ്സുകൾ. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥിക്ക് ആദ്യ വർഷം തന്നെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സുകളോ അതല്ലെങ്കിൽ കോളേജിലെ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സുകളോ ഇനി അതുമല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള മറ്റു കോളേജുകൾ ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സുകളോ ഒക്കെ പഠിക്കാവുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സുകളാണ് ഈ മൈനർ കോഴ്സുകൾ. ഇനി ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം കഴിഞ്ഞ് മേജർ കോഴ്സുകൾ മാറി മൈനർ കോഴ്സിനെ മേജർ കോഴ്സാക്കി പഠനം പൂർത്തിയാക്കാവുന്നതുമാണ്. ഈ വിദ്യാർത്ഥിക്ക് നിലവിലെ മേജർ കോഴ്സ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്ത മേജർ കോഴ്സിനെ മാറ്റി എളുപ്പമുള്ള മൈനർ കോഴ്സിനെ മേജറാക്കി പഠനം തുടരാവുന്നതുമാണ്. FIUGPയുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. ഇതിനെ നമ്മൾ അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി എന്നാണ് പറയുന്നത്. ഒരു മൈനർ കോഴ്സിന് 4 ക്രെഡിറ്റുകളാണ് ലഭിക്കുക. ഇനി ഇതിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രത്യേകമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓരോ കോളേജും അവരവരുടെ നിലവിലെ വർക്ക് ലോഡുകളെ ബാധിക്കാത്ത തരത്തിലായിരിക്കും മൈനർ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അമൽ കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മൈനർ കോഴ്സായി ലഭിക്കുന്നത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള 12 ക്രെഡിറ്റ് വീതമുള്ള 2 മൈനർ കോഴ്സുകളാണ്. കോളേജിലെ മാത്സ് ആൻഡ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന മാത്തമാറ്റിക്സ് കോഴ്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുമാണ് മൈനർ കോഴ്സുകളായി വിദ്യാർത്ഥികൾക്ക് BSc കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഈ വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് ഉന്നതങ്ങളിൽ എത്താൻ സഹായകരമാകുന്നതാണ് ഈ 2 മൈനർ കോഴ്സുകളും. അത് പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ മികവ് നേടാൻ മാത്തമാറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ മേഖലകളിലെ ഉന്നത ജോലി കരസ്ഥമാക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സും ഏറെ പ്രയോജനകരമായിരിക്കും. ഇനി വേണമെങ്കിൽ നിലവിലെ വർക്ക് ലോഡുകളെ ബാധിക്കാത്ത വിധത്തിൽ ഇതല്ലാത്ത മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സുകളും വേണമെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾക്കെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതുമാണ്. നിലവിലെ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് മൈനർ കോഴ്സുകൾ ഒന്നും തന്നെ ഓഫർ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ആദ്യത്തെ 3 സെമസ്റ്ററിലെ മേജർ കോഴ്സുകളെ 0 മേജറായി പ്രഖ്യാപിക്കുന്നതുമാണ്. താല്പര്യമുള്ള മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് ഇത് മൈനറായി ഓപ്റ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതുവഴി കമ്പ്യൂട്ടർ സയൻസിൻ്റെ സാധ്യതകൾ
മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടാനുള്ള നല്ലൊരു സുവർണാവസരവുമായിരിക്കും. ഓക്കെ, താങ്ക് യു.